കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചില മോഷണത്തെക്കുറിച്ചും കള്ളന്മാരെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ടല്ലേ. ഇന്നുമുണ്ട്. പാലക്കാട് നിന്നാണ്. പാലക്കാട് ഹോട്ടലിലെ കവർച്ചയ്ക്കിടെ ബീഫ് ചൂടാക്കി കഴിച്ച മോഷ്ടാവിനെ കുറിച്ച് അറിയാം. തമിഴ്നാട് മാർത്താണ്ഡം സ്വദേശി അനീഷ് എന്ന ശിവകുമാറാണ് മോഷണം നടത്തിയത്. ഇയാളെ പിന്നീട് പോലീസ് പിടികൂടിയിട്ടുണ്ട് കേട്ടോ. ഈ ചന്ദ്രനഗർ ഭാഗത്തുള്ള ഒരു മൂൺ സിറ്റി ഹോട്ടലിന് പിൻവശത്ത് കൂടെയാണ് ഇയാൾ കയറുന്നത്. പിൻവശത്ത് കൂടെ കയറി അതിനകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന പണമാണ് ഇയാൾ അപഹരിച്ച് കൊണ്ടുപോയത്. അന്ന് മുതൽ തന്നെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ CCTV ക്ലിപ്പിങ്സ് കിട്ടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ തന്നെ അന്ന് തന്നെ നമുക്ക് മനസ്സിലായിരുന്നു അനീഷ് എന്ന മാർത്താണ്ഡം സ്വദേശിയാണ് ഈ കേസിൽ ഉൾപ്പെട്ടതെന്ന് നമുക്ക് അന്ന് തന്നെ അറിയാമായിരുന്നു. ഇയാൾ വാണ്ടറിംഗ് ആണ്. അപ്പോൾ ഓരോ ഭാഗത്തേക്ക് നടന്നു പോവുക, അവിടുന്ന് കിട്ടുന്ന സാധനങ്ങൾ എടുക്കുക, അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോവുക. ആക്രി പെറുക്കി നടക്കുന്ന ആളായിട്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ, ഒരുപാട് കേസുകളുണ്ട്. കേരളത്തിലെ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് കേസുകളുണ്ട്. ഗോകുൽ VS ആണ് പാലക്കാട് നിന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഗോകുൽ, 25,000 രൂപ അടിച്ചു മാറ്റുകയും ചെയ്തു. കഷ്ടകാലത്തിന് അത് ഹോട്ടലിൽ നിന്നും വായിപ്പോയി. ഹോട്ടലിൽ ഫുഡ് കണ്ടു, എടുത്തു കഴിച്ചു. വിശന്നാ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ജോലിക്കിടയിലായാലും വിശപ്പ് വന്നാൽ കഴിച്ചല്ലേ പറ്റൂ. എന്തായാലും ആള് കള്ളനാണ്. എങ്ങനെയാണ് പിടിച്ചത്? ഏതായാലും വിശപ്പിന്റെ വിളി ഒരു കള്ളനെ പുറത്തു കൊണ്ടുവന്നു എന്നുള്ളതാണ്. അനീഷ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇവിടെ പാലക്കാട് നഗരത്തിനടുത്തുള്ളൊരു ഹോട്ടലിൽ മോഷ്ടിക്കാൻ കയറുന്നത്. അവിടെ നിന്ന് 25,000 രൂപ എടുത്തു. 25,000 രൂപ എടുത്തതിന് ശേഷം ഭയങ്കര വിശപ്പ് വന്നാൽ ഏത് കള്ളനായാലും ഭക്ഷണം കഴിക്കണം. അയാൾ പിന്നെ ഹോട്ടലാണല്ലോ, ഹോട്ടൽ ഏതായാലും പൂട്ടി. ഇനി എന്നാൽ സ്വന്തമായിട്ട് തന്നെ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാന്ന് വെച്ച് ഒരു ഓംലെറ്റും കഴിച്ചു. അതിനുശേഷം ബീഫ് ചൂടാക്കി കഴിച്ചു. അപ്പോഴാണ് ഈ അക്കിടി മനസ്സിലായത്. ഈ കിച്ചണിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. കറക്റ്റ് ഈ ക്യാമറ ഇയാളെ കണ്ടു. പിന്നെ ഒരു സംശയത്തിനുമില്ല, ആളെ പെട്ടെന്ന് പോലീസിന് മനസ്സിലായി. പക്ഷേ ഇയാൾ മാർത്താണ്ഡ സ്വദേശിയാണ്. അപ്പോൾ ഇയാൾ വീട്ടിലേക്കൊന്നും പോയി അങ്ങനെ ഒരു അടുപ്പമൊന്നുമില്ല. അങ്ങനെ അവിടെ പോയി പോലീസ് അന്വേഷിച്ചപ്പോൾ അവിടേക്കൊന്നും ഇയാൾ വരാറില്ല. പക്ഷേ ഇയാൾ നിരവധി മോഷണ കേസിൽ പ്രതിയാണ്. പിന്നീട് പല CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒടുവിൽ ഇയാൾ തൃശ്ശൂരിൽ വെച്ച് പോലീസിന്റെ പിടിയിലായി. പാലക്കാട് കസബ പോലീസ് ഇയാളെ പിടികൂടി. ഏതായാലും ഇതിലൊരു കൗതുകം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇത് നഷ്ടപ്പെട്ടവനതിൻ്റെ വില അറിയുള്ളൂ. 25,000 രൂപ പോയി. ഏതായാലും 4,00,000 രൂപ. ഭക്ഷണം മാത്രമാണെങ്കിൽ നമ്മൾ പോട്ടെ എന്നിരിക്കും. വിശപ്പ് കൊണ്ട് ഒരാൾ മോഷ്ടിച്ചാൽ അത് അത്ര വലിയ തെറ്റായിട്ട് നമ്മൾ പറയില്ല. പക്ഷേ ഇത് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു എന്നുള്ളതാണ് കൗതുകം. എങ്കിൽ കൂടി 25,000 രൂപ കൂടി ആ ഉടമയ്ക്ക്. അതെ, ശരിയാണ്. എന്തായാലും കാശും അടിച്ചു മാറ്റി അവിടെ കയറി ഫുഡും കഴിച്ചു. എന്നിട്ടും അതൊന്നും അനുഭവിക്കാനുള്ള വിധിയൊന്നും ഉണ്ടായിട്ടില്ല. ആളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ശരി ഗോകുലെ.